Hi everyone, welcome to my channel Extra Subject. വെർസറ്റൈലായ വേർഡുകളുടെ പല വീഡിയോകൾ ചാനലിലുണ്ട്. ഇംഗ്ലീഷിൽ ഗ്രാമറും വൊക്കാബുലറിയും വളരെ പ്രാധാന്യമുള്ളതാണ്. വെർസറ്റൈലായ വേർഡുകൾ പല വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒരു വേർഡിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയാൽ പലവിധ സെൻറ്റൻസുകൾ രൂപീകരിക്കാൻ ആവും. ഈ വീഡിയോ അങ്ങനത്തെ ഒരു വേർഡിനെ കുറിച്ചാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. എവർ എന്ന വാക്ക് നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാവും. എവർഗ്രീൻ, എവർലാസ്റ്റ് എന്നൊക്കെ. ഗ്രീനിൻ്റെ കൂടെ എവർ ചേർത്തപ്പോൾ എവർഗ്രീൻ ആയി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിത്യഹരിതം എന്നായി. അതേപോലെ ലാസ്റ്റിൻ്റെ കൂടെ എവർ ചേർത്തപ്പോൾ എവർലാസ്റ്റ് എന്നായി. ഇതിൻ്റെ അർത്ഥം ശാശ്വതമായ എന്നാണ്. എവർ സൂചിപ്പിക്കുന്നത് സ്ഥിരതയുള്ള സ്വഭാവത്തെയാണ്. വേർഡിൻ്റെ കൂടെ പ്രിഫിക്സായും സഫിക്സായും ചേർന്ന് വ്യത്യസ്ത ഷെയ്ഡിലുള്ള അർത്ഥങ്ങളെ എവർ സംഭാവന ചെയ്യുന്നു. The word ever can be used both as a prefix and suffix to modify the word meaning it is attached to. പ്രിഫിക്സായി എവർ ഉപയോഗിക്കുമ്പോൾ അത് വാക്കിന് കാലാതീതതയോ തുടർച്ചയായ പ്രവർത്തനമോ സാർവത്രികതയോ നൽകുന്നു. When ever is used as prefix, it adds a sense of timelessness, continuous action or universality to the word. Example, everlasting, lasting forever, എന്നേക്കും എന്നാണ്. Evergreen, something that remains fresh. ചുരുക്കത്തിൽ പ്രിഫിക്സായി എവർ നിൽക്കുമ്പോൾ പുതുമയുള്ളതോ നിലനിൽക്കുന്നതോ ആയ ഒന്നിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ എവർ സഫിക്സിലാകുമ്പോൾ എങ്ങനെ വാക്കുകൾ മാറുന്നു എന്ന് നോക്കാം. എവർ സഫിക്സായി ഉപയോഗിക്കുമ്പോൾ സാമാന്യവൽക്കരണം, വൈവിധ്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ടാകുന്നു. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹൂ എവർ ഏതെങ്കിലും വ്യക്തിയെയോ ആളുകളെയോ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഹൂവർ വാണ്ട്സ് ടു കം ടു ദ പാർട്ടി ഈസ് വെൽക്കം. വാട്ട് എവർ refers to anything or everything. എന്തിനേയും അല്ലെങ്കിൽ എല്ലാത്തിനെയും സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, you can choose whatever you like. whenever, at any time, എപ്പോഴെങ്കിലും. എക്സാമ്പിൾ, come over whenever you want. ഇനി എവർ ചോദ്യങ്ങളായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. എക്സാമ്പിൾ, have you ever been to Paris? നിങ്ങൾ എപ്പോഴെങ്കിലും പാരീസ് സന്ദർശിച്ചിട്ടുണ്ടോ? ഹാസ് ഷീ എവർ മെൻഷൻഡ് ഹെർ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ? ഏതവസരത്തിലെങ്കിലും അവൾ തൻ്റെ ഭാവി പരിപാടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളിൽ കൂടി അന്വേഷിക്കുന്ന കാര്യത്തിൻ്റെ വ്യാപ്തി വർത്തമാന നിമിഷം വരെ വിശാലമാക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലായില്ലേ ഇംഗ്ലീഷ് ഭാഷയിൽ എവർ എന്ന വാക്കിൻ്റെ പങ്ക്. ഇപ്രകാരമുള്ള വിവിധ ഉപയോഗങ്ങൾക്ക് എവർ അനുയോജ്യമാണ്. വിവിധ കോണ്ടക്സ്റ്റുകളിൽ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന അർത്ഥങ്ങൾ രൂപീകരിക്കാൻ എവറിന് സാധിക്കും. ഈ വിധം വെർസറ്റൈലായ മറ്റു വാക്കുകളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വിധത്തിലുള്ള വാക്കുകളുടെ ഉപയോഗം സെൻറ്റൻസ് മേക്കിങ്ങിനും സ്പോക്കൺ ഇംഗ്ലീഷിനും വളരെ പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. Thanks for watching.